രാവിലെ തന്നെ എല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങുകയാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ ഇന്ന് RDRൽ വെച്ചിട്ട്. നമ്മുടെ ഇവിടെയുള്ള കണ്ണൻ ചേട്ടൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ദാ പിള്ളേരൊക്കെ ചെരുപ്പിടാൻ വേണ്ടി കിടന്നത് അത്ര പെടുവാണ്. നമ്മുടെ കരിമീൻ കൂട്ടത്തിൽ വന്നിരിപ്പുണ്ട്. ഓ ഇന്ന് ഇവളുമാരെല്ലാം കൂടെ ഒരുങ്ങി എവിടെ പോകുന്നുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പട്ടിണിയാവുമല്ലോ എന്നാണ് കരിമീയുടെ പേടി. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മാമാടെ മോളും കൂടെ ഉണ്ട്. നമുക്ക് പിന്നെ കാറും വലിയ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് ചെല്ലും. ബസ്സിൽ കയറി നേരെ പോകുന്നിടത്ത് പോകും. ഓട്ടോ പിടിക്കണമെങ്കിൽ അതും പിടിക്കും. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി നിന്നപ്പോഴത്തേക്കും ഒരു ഇലക്ട്രിക്കൽ ബസ്സാണ് കേട്ടോ കിട്ടിയത്. നമുക്ക് ഇലക്ട്രിക് ബസ് കിട്ടിയെങ്കിലും എന്താണെന്ന് വെച്ചാൽ റജീനക്കോ ആമിനക്കോ ഒക്കെ അതിൽ കയറുമ്പോൾ ഒരു തലയിറക്കം ഉണ്ടെന്ന് പറയും കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിന്ന് വേറെ ബസ്സിന് വരുമ്പോൾ താമസിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ തന്നെ കയറി ഇങ്ങ് വന്നിട്ടുണ്ട്. അങ്ങനെ മണ്ഡപം എത്തിയത് അവിടെ ഒരു എയറോപ്ലെയിൻ പറന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ വെൽക്കം ഡ്രിങ്ക് കുടിക്കാനായിട്ട് വന്നപ്പോഴാണെങ്കിൽ ഇവിടെ ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വാട്ടർ മെലണും പൈനാപ്പിളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും വാട്ടർ മെലനാണ് കിട്ടിയത്. ബാക്കി എല്ലാവർക്കും പൈനാപ്പിൾ കിട്ടി കേട്ടോ. അപ്പോൾ പിള്ളേരാണെങ്കിൽ പിന്നെ കോളിഫ്ലവർ പക്കവട, വാഴയ്ക്കപ്പം, ബജി ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഓരോരുത്തരും ഓരോ ഇഷ്ടപ്പെട്ടത് എടുത്തു കേട്ടോ. അപ്പം ഞാൻ പിള്ളേരുടെ കയ്യിൽ നിന്ന് കോളിഫ്ലവർ വാങ്ങിച്ച് തിന്ന്, പിന്നെ ഓരോ വാഴയ്ക്കപ്പം ഒരു ബജിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പതിയെ നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ. കല്യാണമൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറേ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മളെല്ലാവരും കൂടി നേരെ അങ്ങ് ഇരുന്നങ്ങനെ കല്യാണമൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെറുക്കനും പെണ്ണും ഒന്നും എത്തിയിട്ടില്ലെന്നല്ല, ആ കതിർ മണ്ഡപത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇതാ പെൺകുട്ടിയെ ഇതാ പല്ലക്കിലൊക്കെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്കിങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ താലികെട്ടൊക്കെ നമ്മളിങ്ങനെ വാൾ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവർ വിളിച്ചു. അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ സദ്യ കേട്ടോ. ഒരുപാട് കറികളൊക്കെ ഉള്ള നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ ഉമ്മായെ അമ്മുവിനെ ആമിനായി നമ്മൾ ആദ്യം ഇരുത്തിയിട്ട് അമ്മൂന് റജീന വാരിയൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയി കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇലയിടുന്നുമ്പോൾ അത്യാഗ്രഹപ്പെട്ട് കഴിക്കാൻ കയറിയെന്ന് ആരും കരുതരുത് കേട്ടോ. അവിടെ എല്ലാവരും കയറി ഇരിക്കുന്നത് കണ്ട് നമ്മളും പോയി ഇരുന്നേ ഉള്ളൂ. അപ്പോൾ കറികളൊക്കെ വിളമ്പുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആ ഇല റജീന കിട്ടായിരുന്നു. അവൾ അപ്പുറത്തെ ഇലയിൽ പോയിരുന്ന് കഴിച്ചു കേട്ടോ. ഇല ചെറുതായി പോയെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ചെറുതാണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും എഴിച്ച് പോകാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് ആ ഇലയിൽ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഒത്തിരി കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവളവിടെ ഇരുന്നതോ എന്തൊക്കെയോ വാരി തട്ടി വിടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചോറും പപ്പടവും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പപ്പടവും തൈരുമുളകും പരിപ്പും ഒക്കെ കൂട്ടി കുഴയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പരിപ്പും വന്നിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉടനെ തന്നെ നമ്മുടെ തൈരുമുളകും എടുത്ത് ഉടച്ച് ഒരു ഭാഗം ആ ചോറിലോട്ടിട്ട് വിരകി ഞാനൊന്ന് കഴിച്ചു കേട്ടോ. ആഹാ, എന്താ അവൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഈ സോയാബീൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. വളരെ നല്ലൊരു സാധനമായിരുന്നേ. അത് ഫ്രൈ ആണോ റോസ്റ്റ് ആണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര ഇറച്ചി പോലെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ സാമ്പാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും കൂട്ടി ഒരു പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പായസം വന്നിട്ടുണ്ട്. അങ്ങനെ ചോറെല്ലാം ഒതുക്കി ഞാൻ അടപ്പായസം വാങ്ങിച്ചു, കടലപ്പായസം വാങ്ങിച്ചു. പിന്നെ പാൽപ്പായസം ഞാൻ വാങ്ങിക്കാറില്ല, അതിൻ്റെ ബോളി മാത്രമേ വാങ്ങാറുള്ളൂ. അങ്ങനെ ആ ബോളിയൊക്കെ കൂട്ടിക്കുഴച്ച് ഞാൻ ഇങ്ങനെ കഴിച്ചതിന് ശേഷം നമ്മുടെ പുളിശ്ശേരി വന്നിട്ടുണ്ട് കേട്ടോ. പുളിശ്ശേരി ഓലനും അപ്പോഴാണ് വന്നത്. അങ്ങനെ ഓലനൊക്കെ കൂട്ടി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ എനിക്ക് വയറ് വീത്ത് പോയതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റിയില്ല. ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കൈയെല്ലാം കഴുകി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ദൈവക്കാണെങ്കിൽ ഒരു ഫോട്ടോ ഭ്രാന്തിയാണ് കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കുമോ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളുടെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ വീട്ടിലോട്ട് മടങ്ങാൻ പോവാണ്. അപ്പോൾ ഉമ്മ എല്ലാവരും വഴക്ക് പറയണം, വഴക്ക് മുമ്പേ വീട്ടിൽ പോവാൻ എല്ലാണം വരുമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മളെ ഇന്നത്തെ കല്യാണ വ്ളോഗ് ഇവിടെ തീർന്നു. വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ബസ് സ്റ്റോപ്പിലോട്ട് വന്നപ്പോഴത്തേക്ക് റജീനക്ക് അവിടെ തയ്ച്ച് വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു കേട്ടോ, ചെരുപ്പുകൾ. അങ്ങനെ അവിടെ നിന്ന് ഒരു ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു ചെരുപ്പൊക്കെ വാങ്ങി. ആ കൂട്ടത്തിൽ ആമിനെ ഒരു ചെരുപ്പൊക്കെ ഇട്ട് നോക്കി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നത് ആ വീട്ടിലോട്ടുള്ള ബസ്സും കയറി നമ്മളെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.